വല്ലാത്തൊരു മുമ്പിൽ സ്റ്റാലിനോട് ആ ഞെട്ടിക്കുന്ന രഹസ്യം വെളിപ്പെടുത്തി അലീന. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, അലീനയാണെങ്കിൽ ഫ്രണ്ട് സീറ്റിലിരിക്കുന്നില്ല എന്ന് സ്റ്റാലിനോട് പറയുകയാണ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ സ്റ്റാലിനാണെങ്കിൽ അലീനയെ നിർബന്ധിച്ച് ഫ്രണ്ടിലെ സീറ്റിൽ തന്നെ ഇരുത്തുന്ന ഒരു കാഴ്ചയാണ് കാണാനായിട്ട് കഴിയുക, സാധിക്കുക. അപ്പോഴാണെങ്കിൽ നമ്മുടെ അലീനയാണെങ്കിൽ പിന്നെ ഒന്നും പറയുന്നൊന്നുമില്ല, സ്റ്റാലിൻ്റെ കൂടെ ഫ്രണ്ടിൽ തന്നെ ഇരിക്കുകയാണ് എന്ന് കാണാൻ കഴിയും, സാധിക്കും. അതിനെല്ലാം പുറമേണെങ്കിൽ ഓരോരോ കാഴ്ചകൾ സ്റ്റാലി അലീനയെ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നും കാണാൻ കഴിയും. ഇത് കണ്ടോ അത് കണ്ടോ എന്ന തരത്തിലുള്ള ചോദ്യവും കാഴ്ചയൊക്കെയാണ് അലീനയെ കാണിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇതേസമയം അലീനയ്ക്ക് വളരെയധികം സന്തോഷമാകുന്നുണ്ട്. തൻ്റെ പപ്പ തന്നെ ഓരോ കാര്യങ്ങളിങ്ങനെ കാണിച്ചു തരുന്നത് അലീനയെ ഒരുപാട് സന്തോഷിപ്പിക്കുന്നുണ്ട് എന്ന് കാണാനായിട്ട് കഴിയും, സാധിക്കും പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ. അപ്പോഴാണെങ്കിൽ അങ്ങനെ അവരുടെ എസ്റ്റേറ്റിലെ തന്നെ റബ്ബർ തോട്ടത്തിലെത്തുകയാണ്. റബ്ബർ തോട്ടത്തിലെത്തിക്കഴിയുമ്പോൾ നമ്മുടെ അലീനയോട് സ്റ്റാലിൻ വലിയ വീരവാദത്തിൽ പറയുകയാണ്. ഇതെല്ലാം കഷ്ടപ്പെട്ട് ഞാൻ വെച്ചതാണ് എന്ന് പറയുന്നത് കാണാൻ കഴിയും, സാധിക്കും. അപ്പോൾ നമ്മുടെ അലീന എടുത്ത വഴി ചോദിക്കുന്നുണ്ട്, അതിനത് പപ്പ വെച്ചത് തന്നെയാണോ? പപ്പയല്ലല്ലോ വെച്ചത്, ജോലിക്കാരല്ലേ എന്ന് ചോദിക്കുന്നു, പറയുന്നു. ഇതേ സമയം സ്റ്റാലി വരെ ഞെട്ടിപ്പോകുന്നുണ്ട് എന്ന് കാണാൻ കഴിയുന്നു. തുടർന്ന് നമ്മുടെ അപ്പച്ചനോട് സ്റ്റാലി പറയുന്നുണ്ട്, ഞാൻ പറയുന്നതൊന്ന് അവൾ മനസ്സിലാക്കുന്നത് മറ്റൊന്ന്. അതെന്താ അപ്പച്ച അങ്ങനെ? അവൾക്ക് ഇനി വല്ല ബുദ്ധിക്കുള്ള പ്രശ്നമോ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ അപ്പച്ചൻ പറയുന്നുണ്ട്, എൻ്റെ അറിവ് വെച്ച്, എന്നോട് സംസാരിച്ചത് വെച്ച്, ഇപ്പോൾ ഈ പറഞ്ഞത് വെച്ച് എനിക്ക് തോന്നുന്നത് അവൾക്ക് നല്ല ബുദ്ധിയുണ്ടെന്നാണ്. അവൾ ചിന്തിക്കുന്നതും പറയുന്നതും തന്നെ ചിന്നമ്മയെപ്പോലെ തന്നെയാണ് എന്ന് പറയുന്നത് കാണാൻ കഴിയുന്നുണ്ട്. എല്ലാം ആലോചിച്ച്, എല്ലാം പലതവണ ചിന്തിച്ച്, ഓരോന്നിലും അർത്ഥം വെച്ചാണ് അവൾ പറയുന്നത്. നിൻ്റെ വിളച്ചിലൊന്നും അവളുടെ മുൻപിൽ പോകില്ല ലാലിച്ച എന്ന് ഔതക്കുട്ടി നമ്മുടെ സ്റ്റാലിയോട് പറയുമ്പോൾ സ്റ്റാലിക്കാണെങ്കിൽ എന്ത് പറയണം, എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ ഒരു സങ്കടാവസ്ഥയിൽ, ഒരു മന്നിപ്പവസ്ഥയിൽ നിൽക്കുകയാണ്. തുടർന്നാണെങ്കിൽ നമ്മുടെ സ്റ്റാലിൻ്റെ ഫാം ഹൗസിലെ എല്ലാവരെയും പരിചയപ്പെടുത്താനായിട്ട് ശ്രമിക്കുകയാണ്. അതിനു മുമ്പ് തന്നെ നമ്മുടെ സ്റ്റാലിയാണെങ്കിൽ തൻ്റെ കണക്കുകൾ അങ്ങോട്ട് ഒത്തുവരാത്തത് കൊണ്ട് തന്നെ ഇതിനിടയിലാണെങ്കിൽ പൊട്ടിത്തെറിക്കുകയാണ് സ്റ്റാഫിനോട്. അപ്പോഴാണെങ്കിൽ അലീനയുടെ അടുത്ത് വല്യപ്പച്ചൻ പുറത്ത് നിന്നുകൊണ്ട് പറയുന്നുണ്ട്, നീ PhD ആണെന്നോ MBA ആണെന്നോ എന്തു വേണമെങ്കിലും പറഞ്ഞോ എന്ന് പറയാണ്. നമ്മുടെ സ്റ്റാറ്റസിനൊത്ത് തന്നെ പറയണം, നീ ഒരിക്കലും താഴ്ന്നു കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നു. അല്ല മുത്തശ്ശ, ഇതെല്ലാം എന്താണ് എന്ന് ചോദിക്കുന്നു. അത് കേട്ടതും മുത്തശ്ശൻ പറയാണ്, എനിക്കൊന്നും അറിയില്ലാന്നേ എന്ന് പറയുമ്പോൾ, എങ്കിലും ഞാനിതൊന്നും പറയാനായിട്ട് പോകുന്നൊന്നുമില്ല എന്ന് അലീന പറയാണ്. അത് വേറെ ഒന്നുകൊണ്ടുമല്ല, അതായത് തനിക്ക് തൻ്റെ ഓരോ ഇഷ്ടങ്ങളുണ്ട്. തനിക്ക് കള്ളം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നതൊന്നും വലിയ താല്പര്യമില്ലാത്ത കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ ഞാൻ ഇരിക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ. നാണക്കേട് സംഭവിച്ചാലും എനിക്ക് അതിൽ വിഷമോ സങ്കടമോ ഒന്നുമില്ല. വെറുതെ എന്തിനാണ് കള്ളത്തിൻ്റെ മേൽ കള്ളം പറഞ്ഞ് നാണം കെടുന്നത് എന്ന് അലീന ചോദിക്കുമ്പോൾ നമ്മുടെ വല്യപ്പച്ചനാണെങ്കിൽ ചിന്നമ്മയുടെ വാക്കുകൾ പെട്ടെന്ന് ഓർമ്മ വരുന്നുണ്ട് എന്ന് കാണാൻ കഴിയും, സാധിക്കും. വല്യപ്പച്ചനാണെങ്കിൽ നിനക്കിഷ്ടമുള്ളത് പറഞ്ഞോ, നീ പറയുന്നതും ശരി തന്നെയാണ് എന്ന് അലീനയെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ പറയുകയാണ് എന്ന്
കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. തുടർന്ന് നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അലീനയെ എല്ലാവർക്കും മുൻപിലേക്ക് പോവുകയാണ് സ്റ്റാലിൻ എന്ന് കാണാം. ഒടുവിൽ സ്റ്റാലിനാണെങ്കിൽ തൻ്റെ എസ്റ്റേറ്റിലെ ജോലിക്കാർക്ക് മുൻപിലും അലീനയെ പരിചയപ്പെടുത്തുകയാണ്. ഇവൾ തൻ്റെ മകളാണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. തുടർന്നാണെങ്കിൽ നമ്മുടെ അലീനയ്ക്ക് എല്ലാവരും ഹായ് മാഡം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അരുത്തേക്ക് വരുമ്പോൾ അലീന പറയുന്നുണ്ട്, എന്നെ മാഡം എന്നൊന്നും വിളിക്കണ്ട, എന്നെ എൻ്റെ പേര് വിളിച്ചാൽ മതി, എൻ്റെ പേര് അലീന എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഇതേ സമയം തന്നെ നമ്മുടെ സ്റ്റാലി അലീനയെ നോക്കുന്നുണ്ടെങ്കിലും അവർക്കെല്ലാവർക്കും അലീനയെ ഒരുപാട് ഇഷ്ടമാകുന്നുണ്ട് എന്ന് കാണാനായിട്ട് കഴിയും, സാധിക്കും. തുടർന്നാണെങ്കിൽ നമ്മുടെ അലീനയാണെങ്കിൽ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങുന്ന ആ സമയം സ്റ്റാലിൻ എന്താണോ കേൾക്കാൻ ആഗ്രഹിച്ചത് ഒടുവിൽ അത് തന്നെ അലീനയുടെ വായിൽ നിന്നും വരുന്നു. അതായത് തന്നെ അംഗീകരിക്കാനായിട്ട് മടിയായിരിക്കുമെന്ന് കരുതിയ അലീന, പപ്പ തന്നെ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് കരുതിയ അലീന ഒടുവിൽ തനിക്ക് വേണ്ടി പപ്പ എന്ത് അപമാനവും സഹിക്കാൻ തയ്യാറാണെന്ന് തിരിച്ചറിയുന്ന ആ നിമിഷം അലീന മനസ്സിലാക്കുന്നുണ്ട്, തിരിച്ചറിയുന്നുണ്ട് പപ്പയുടെ ആഗ്രഹം നിറവേറ്റി കൊടുക്കണമെന്ന്. അതുകൊണ്ട് തന്നെ അലീനയാണെങ്കിൽ സ്റ്റാലി പപ്പ എന്ന് വിളിക്കുന്നത് കാണാൻ കഴിയുന്നു, സാധിക്കുന്നു. ഇതേ സമയം സ്റ്റാലിയാണെങ്കിൽ വളരെയധികം സന്തോഷിക്കുകയാണ് എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്, സാധിക്കുന്നുണ്ട്. സ്റ്റാലിയാണെങ്കിൽ വണ്ടി നിർത്തിയതിനു ശേഷം എന്താ വിളിച്ചത് എന്ന് ചോദിക്കുകയാണ്. ഇതേ സമയം ഞാൻ ഇനി പപ്പ എന്നാണ് വിളിക്കാനായിട്ട് പോകുന്നത് എന്ന് പറയുമ്പോൾ അലീനയുടെ വായിൽ നിന്നും പപ്പ എന്ന വിളി കേൾക്കുമ്പോൾ സ്റ്റാലി അറിയാതെ കണ്ണ് നിറഞ്ഞു പോകുന്നുണ്ട്. ഇതെല്ലാം കണ്ട് അബുദക്കുട്ടി ബാക്കിൽ കണ്ണ് മിഴിച്ച് നിൽക്കുകയാണെന്ന് കാണാം. സ്റ്റാലിൻ ഇതുവരെയും തൻ്റെ മക്കളിങ്ങനെ വിളിക്കുന്നത് കേൾക്കാൻ വേണ്ടിയോ മക്കൾ വിളിച്ചു കഴിഞ്ഞ ശേഷം കണ്ണ് നിറഞ്ഞോ അബുദക്കുട്ടി കണ്ടിട്ടില്ല. അലീന വിളിച്ചപ്പോൾ സ്റ്റാലിൻ്റെ കണ്ണ് നിറയുന്നത് അബുദക്കുട്ടി കണ്ട് ഞെട്ടിപ്പോകുന്നുണ്ട്. സ്റ്റാലിൻ തിരിച്ച് മോളെ എന്ന് വിളിക്കുന്നതും കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക, ഫുള്ളായിട്ട് കാണണേ.